ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനുവും അലീനയും തമ്മിലുള്ള കോൾ സംഭാഷണമാണ്, ഫോൺ സംഭാഷണമാണ്. അങ്ങനെ നമ്മുടെ അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ പൊന്നു മനുവേട്ടാ, ഞാൻ ശീലിച്ചിട്ടില്ല ഇങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ ഇവിടെ ഇരിക്കാൻ. സത്യം പറയാലോ, ഒരു 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 മടുപ്പാ. ഞാൻ ഇവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത്, എൻ്റെ ജീവിതം തുരുമ്പ് പിടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ. മനുവേട്ടൻ ഇവിടെ വന്നിട്ട് എന്നാത്തിനാ? അല്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാന്. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനോ? എങ്ങോട്ടേക്ക്? എന്റെ ജീവിതത്തിലേക്ക്. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ഈ പ്രശ്നമൊക്കെ തീരൂലോ. ഒരു താലിച്ചരട്, ഒരു മിന്ന്, ഒരു കല്യാണ സാരി, ഇത്രയും പോരെ? ഓഹ് മനുവേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതെ, സമയമായില്ലെന്നല്ലേ നീ പറയുന്നത്? അല്ല, നിനക്ക് ദേഷ്യം വന്നിട്ടല്ലല്ലോ. അത് പിന്നെ മനുവേട്ടൻ ഇടയ്ക്ക് കടപ്പാട്ടൂരൊന്ന് പോണം കേട്ടോ. ഞാന് ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണത്തില്ല. മനുവേട്ടൻ ചെന്ന് എല്ലാവരും കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ റീചാർജ് ആയിക്കോളും. ഓഹോ, ഞാനൊരു ചാർജറാണോ അപ്പം? ചെറിയൊരു ചാർജറാ, പോയിട്ട് വന്നിട്ട് വിളിക്കണം കേട്ടോ, മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയും മനുവും ഫോൺ കട്ട് ചെയ്തു കേട്ടോ. മനുവിന് ഫോൺ കട്ട് ചെയ്യണമെന്നൊന്നും തീരെ താല്പര്യമില്ല, പക്ഷെ കട്ട് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അലീന കൂടുതലൊന്നും സംസാരിക്കാനും പോകുന്നില്ല. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ബബിതയും കൃഷ്ണമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബബിതയാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ കാണുന്നുണ്ടോ, തൊട്ടടുത്ത് കൃഷ്ണയും ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബബിത പറയുക, അല്ല ഇന്ന് പുതിയ ഫോട്ടോസ് ഒന്നും വന്നില്ലല്ലോ. ചേച്ചിക്കും വന്നില്ലല്ലേ? എനിക്കും വന്നില്ല. ആ, എനിക്ക് ഒന്നും വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് വന്നില്ലല്ലോ. ആ, നിനക്കിട്ടില്ലെങ്കിലും ആദ്യം അലീന ചേച്ചി എനിക്കിട്ടിട്ടേ ബാക്കി ആർക്കും അയക്കത്തുള്ളൂ. ഓ, പിന്നെ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നാ മതിയെന്ന്. അപ്പോഴത്തേക്കും വൈജ വന്നതും നമ്മുടെ ബബിത കൃഷ്ണമോള് ദേ അമ്മ വന്നെന്ന് പറഞ്ഞു. അപ്പം വൈജ, അതെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് മുമ്പ് വശത്ത് ഇരിക്കുന്നത്? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? രാവിലെ ഒരു ടോക്ക്, വേറെ പണിയില്ലേ പിള്ളേരെ നിങ്ങൾക്ക്? അത് പിന്നെ ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, ബബിതേച്ചി മിണ്ടാതിരിക്കുക, വഴക്കിടാതെ. അല്ല, രണ്ട് പേരും പഠിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? മിഡ് ടൈം എക്സാം വരികയല്ലേ? അത് പിന്നെ ഞങ്ങൾ അരമണിക്കൂർ ബ്രേക്ക് എടുത്തതാ. ഓ, പിന്നെ ഭയങ്കര ബ്രേക്ക് ആണല്ലോ. ബ്രേക്ക് എടുക്കുന്നത് റെസ്റ്റ് എടുക്കാനല്ലേ? അതിന് വെറുതെ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ ഒരു 5 മിനിറ്റ്സ് കൂടെ ഞങ്ങൾക്ക് താ, അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാൻ പോവാ. എന്തെങ്കിലുമൊക്കെ കാണിക്ക്. അല്ല, ചായയും കോഫിയും വല്ലതും വേണോ? ഏയ്, ഞങ്ങൾക്ക് വേണ്ട. ചുമ്മാ അത് ഇവിടെ ഇരുന്ന് സമയം കളയാതെ പൊക്കോണം പഠിക്കാനായിട്ട്. ഒരു കാരണം നോക്കിയിരിക്കുക, പഠിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജാങ്ങാകത്തേക്ക് കയറി പോയിട്ട് രണ്ട് ചാട്ടമൊക്കെ ചാടിപ്പിച്ചിട്ട് നമ്മുടെ കൃഷ്ണനെയും ബബിതനെയും. അപ്പോഴത്തേക്കുമാണ് മുറ്റത്തൊരു വണ്ടി വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മനു. അങ്ങനെ മനു വന്നതും ഈ പിള്ളേർക്ക് സന്തോഷമായിട്ട്, നമ്മുടെ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും സന്തോഷമായി. രണ്ടുപേരും കൂടെ പെട്ടെന്ന് നമ്മുടെ മനുവിനെ എതിരേക്കാൻ അല്ലെങ്കിൽ വരവേൽക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് മനു നല്ല ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ട്. ഹായ് മനുവേട്ടൻ എത്ര ദിവസമായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്? വന്നല്ലോ. ഞങ്ങൾ ഓർത്ത് ഇനി മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോ ആരാ ഉള്ളേ? അല്ലെ കൃഷ്ണമോളെ? ഓ, അത് ഭയങ്കര ഒരു ആലോചനയായി പോയല്ലോ ബബിതെ. പിന്നെ കൃഷ്ണമോള് ഉള്ളത് കൊണ്ടാ വരാന്ന് വെച്ചത്. ഓഹോ, ആണോ? എടാ ദുഷ്ട, അപ്പൊ ഞങ്ങളൊന്നും നിനക്ക് കാണണ്ടേടാ. കാണണം. അല്ല, എന്നെ വീട്ടിൽ കയറ്റുവോ? വീട്ടില് കയറ്റുമായിരിക്കും, കേറി ബാ. അല്ല, എന്തേ ആന്റി അങ്കിളും സംസാരമൊക്കെ ഉണ്ടോ? അമ്മ കോലിട്ട് കിള്ളി അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. ഒന്നും രണ്ടും ഒക്കെ കിട്ടും. ഒരു തവണത്തെ ക്ഷീണം ഒരാഴ്ചയൊക്കെ നിൽക്കും. അത് കഴിയുമ്പം അടുത്തത് തുടങ്ങും. അങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ടല്ലേ ഇവിടെ. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം, ആന്റീനെ ഒന്ന് കാണണം, നിങ്ങളൊന്ന് കാണണം, സംസാരിക്കണം. നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് ഓക്കെയാ. അല്ലേന്ന് ചോദിച്ചാല് അല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഞങ്ങള്. അല്ല, നമുക്കൊന്ന് സംസാരിക്കണ്ടേ? ബാ, കേറി പോയാലോ? ആ, കേറി പോകാം, വാന്നേ എന്ന് പറഞ്ഞ് ഇവര് 3 പേരും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മനു പറഞ്ഞു, എനിക്ക് അങ്കിളിനെ ഫസ്റ്റ് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു നേരെ അകത്തേക്ക് കയറി ചെന്നു, നമ്മുടെ ബാലചന്ദ്രനെ കാണാനായിട്ട്. അപ്പോഴത്തേക്കും വൈജ അവിടെ ഉണ്ടായിരുന്നു. വൈജ, ആഹാ നീ വന്നോ? ആ, അലീന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരുവേ ഇല്ലെന്നാ ഞാൻ ഓർത്തത്. നീ വന്നല്ലോ. ആ, ആന്റിയെ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം, അത്യാവശ്യമാ. നാക്കിന്റെ ചൊറിച്ചില് മാറ്റാൻ പുതിയ എന്തോ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. എന്റെ നാക്കിന്റെ ചൊറിച്ചില് മാറ്റാൻ നീ നോക്കിയാൽ പറ്റുമോ? നിന്റെ അച്ഛൻ ശിവേട്ടൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, പിന്നെയല്ലേ നിന്റെ അമ്മ കമലയിടത്തി നോക്കി കേട്ടോ, അതും പറ്റിയില്ല.
അത് ശരിയാ ആന്റി. സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ENT സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞത്. ഓ, നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ നോക്കുവാണോ മനു? അല്ല, ഇത് ബാലചന്ദ്രൻ അങ്കിളിന്റെ വീടല്ലേ? ഇതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അതിൽ പച്ച മലയാളത്തില് വീട്ടുടമസ്ഥൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ബാലചന്ദ്ര മേനോൻ എന്നാ. ഈ വീട്ടിലെ മറ്റാരുടെയും പേര് ഞാൻ അതിൽ കണ്ടിട്ടില്ല. ഓ, ബാലചന്ദ്ര മേനോന്റെ വീടെന്ന് പറയുമ്പം അത് അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ വീടാ. ഓ, ബാലചന്ദ്ര മേനോൻ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായെന്നാ എനിക്ക് തോന്നുന്നത്. ആന്റി ഇവിടുന്ന് തോന്നുമ്പോ ഇറങ്ങി പോവുകയും അതുപോലെ തന്നെ തോന്നുമ്പോ കയറി വരികയും ഒക്കെ ചെയ്യുന്നത് ബാലചന്ദ്ര മേനോൻ വിളിച്ചിട്ടോ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടോ അല്ലല്ലോ. നിങ്ങൾക്കേ നിങ്ങളുടെ വില അറിയാത്തതുകൊണ്ടാ. അതെങ്ങനെ നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ചുമ്മാ വിഡ്ഢിവേഷം കെട്ടി നടക്കുക. അതെ മനു, ഞാനല്ല വിഡ്ഢിവേഷം കെട്ടി നടക്കുന്നത്. നീയും നിന്റെ അങ്കിളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെയാ. എനിക്ക് ഒരു വിഡ്ഢിവേഷം കെട്ടേണ്ട കാര്യമില്ല. അത് പിന്നെ ആന്റി, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളെ വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലല്ലോ. എനിക്കെല്ലാം അറിയാം. അറിയത്തില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അല്ല, ആന്റിക്ക് എന്തറിയാം? പറ, ആന്റിക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറ. ലീനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിച്ചില്ല. അതിനെതിരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. അതാർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതാണല്ലോ കാര്യം. അല്ല, അതല്ലാതെ വേറെ ഒരു കാരണം ആന്റിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെ അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും മുത്തച്ഛനും പോലും എന്തുകൊണ്ടാണ് ആന്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നതെന്ന് ആന്റി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതെ, അവര് ബാലചന്ദ്രന്റെ സൈഡ് ആയതുകൊണ്ട്. ആന്റി ഇങ്ങനെ പൊട്ടത്തി വേഷം കെട്ടല്ലേ. എല്ലാം അറിയാം. ഒന്നും അറിയാൻ മേലാത്ത പോലെ അഭിനയിക്കുവാണോ ആന്റി? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സ്വന്തം അമ്മയും ആങ്ങളമാരും മക്കളും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ നിങ്ങൾ ആലോചിച്ചിട്ടില്ല? അല്ല, നിനക്കറിയാമെങ്കിൽ നീ പറ. നീ വലിയ ബുദ്ധിമാനാണല്ലോ. അപ്പൊ നീ പറ മനു. അവർക്കെല്ലാം ആന്റിയുടെ പാസ്റ്റ് അറിയാം. അതുകൊണ്ടാ. ഇത് കേട്ട് നമ്മുടെ വൈജ ഒന്ന് ഞെട്ടിക്കൂലിങ് കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മുടെ വൈജ, എന്റെ പാസ്റ്റിന് എന്തു പറ്റി? എന്റെ പാസ്റ്റിന് എന്താ കുഴപ്പം? ആന്റിയുടെ പാസ്റ്റിന് എന്ത് പറ്റിയെന്ന് ആന്റിക്ക് അറിയത്തില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്കറിയാമോ? അല്ല, നീയല്ലേ ഇപ്പൊ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. എന്റെ പാസ്റ്റിന് എന്താണ് സംഭവിച്ചത് നീ തന്നെ പറ. അല്ല, ഒന്നും പറ്റിയില്ല. ആന്റിയുടെ പാസ്റ്റിന് ഒന്നും പറ്റിയിട്ടില്ല. ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. എങ്കിൽ ഓക്കെ, ആന്റി പെർഫെക്റ്റ്. എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആന്റി വെറും പൊട്ടിയാണ് എന്ന് പൊട്ടിയാണെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതുകൊണ്ടൊക്കെ തന്നെയാ. പിന്നെ ആന്റി പണ്ടിങ്ങനെ ചിത്രശലഭത്തിനെ പോലെ പാറിപ്പറന്ന് നടന്നു. അതുപോലെ മാലാഹക്കുട്ടിയായി. അതുപോലെ തന്നെ ഒരു നിഷ്കളങ്ക പെങ്കൊച്ചായി നടന്ന് ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നു. നല്ല നിഷ്കളങ്കയായ സ്ത്രീ. അതെ, എന്റെ പൊന്നാന്റി, കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ ഒരാൾ വീട്ടിൽ കയറി വരുമ്പം എന്താണ് ചെയ്യേണ്ടത്? ഉപചാരം എന്ന് പറയുന്ന സംഗതി, കുടിക്കാൻ കൊടുക്കുക, ക്ഷേമാന്വേഷണം നടത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അങ്ങനെയല്ലല്ലോ ആന്റി ചെയ്തത്. വന്ന ഉടനെ കുത്തുവാക്ക്. അലീന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. നെഗറ്റീവ് നാക്കിൽ വന്ന് കുടിയേറി പാർക്കുക. അലീന ഈ വീട്ടിൽ നിന്ന് പോയി. പക്ഷേ ആന്റിയുടെ നാവിന്നും മനസ്സിന്നും ഒന്നും അലീന പോയിട്ടില്ല. എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ലടാ, അലീന പോകത്തില്ല. എന്റെ ജീവിതം ചവിട്ടി മെതിച്ചിട്ട് പോയവളാ അവള്. അവളെ ഞാൻ മറക്കത്തില്ല ഒരിക്കലും. ആന്റി മറക്കാൻ പാടില്ല. ഇനി ആവശ്യം വരും. ഇനി അവളെ കൊണ്ട് എന്താവശ്യമാടാ എനിക്ക്? അവളെ കൊണ്ട് ഓരോ ആവശ്യമില്ല എനിക്ക്. ആവശ്യം വരും ആന്റി. അവൾ ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഈ പറയുന്ന ആന്റിക്ക് അവളെ മറക്കാനോ വെറുക്കാനോ പറ്റത്തില്ല. എന്നേക്കുമായിട്ട് അലീന ആന്റിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്നാണോ ഓർത്തേക്കുന്നത്? പറ്റത്തില്ല. ആന്റിക്ക് അവളെ നിസ്സാരമായിട്ട് എടുത്ത് അങ്ങോട്ട് കളയാൻ പറ്റത്തില്ല. അല്ല മനു, നീ എന്തുദ്ദേശിച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നുവാണല്ലോ. ആന്റിക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു സമയം വരും. അതുവരെ ഇങ്ങനെയൊന്ന് പോട്ടെ. അതല്ലേ നല്ലത്. ഞാനേ അങ്കിളിനൊന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു നേരെ സ്റ്റെയർ കയറി ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോയി. നല്ലത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈജയുടെ തല പുകയാൻ മാത്രം എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഏതായാലും തല പുകഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആരുടെ, വൈജയുടെ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ബാലചന്ദ്രന്റെ അടുത്തേക്ക് നമ്മുടെ മനു ചെന്നിട്ട് ഹായ് അങ്കിൾ. മനുവിനെ കണ്ടതും ഓഹോ, ഇങ്ങനെ ഒരാളുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ ഓർത്ത് നീ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന്. അത് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ. എന്ത് തിരക്ക്? നീ ലാപ്ടോപ്പിലല്ലേ ജീവിക്കുന്നത്?
അത് പിന്നെ ലാപ്ടോപ്പ് അതെന്റെ ജീവിതമാർഗമായി പോയില്ലേ. എനിക്ക് അത്യാവശ്യം ഉറക്കമൊക്കെ ഉണ്ട്. ഞാന് രാവിലെ കിടന്ന് ഉറങ്ങും ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ചെറുപ്പമായതുകൊണ്ട് ശരീരം താങ്ങും, പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ ഉറക്കം വേണം. അല്ല, അങ്കിള് ഈ പ്രായത്തിൽ ഇങ്ങനെയല്ലായിരുന്നോ? എനിക്ക് അതിനുള്ള ഒരു മെന്റലിയും ഫിസിക്കലി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഓക്കെ ആയിരുന്നു. പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാലേ നീ പെട്ടെന്ന് വാടിപ്പോകും. വാടിപ്പോകും വാടിപ്പോകും, അങ്ങനെയൊന്നും വാടിപ്പോകത്തില്ല. അല്ല, ഇങ്ങോട്ടേക്ക് എന്താ ഒരു വരവ്? അത് പിന്നെ വെറുതെ എല്ലാവരുടെയും ക്ഷേമം ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. ഓ, നിന്റെ ആന്റിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നാണോ? നിങ്ങളെല്ലാരും ഒന്നല്ലേ? അല്ല, എന്താ അങ്കിള് ഈ പറയുന്നത്? ഇങ്ങനെ ആന്റിയോട് ഒരു അംഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ആ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് അങ്കിള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആന്റി. എടാ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നൊന്നും ഒരു നിശ്ചയമൊന്നും ഇല്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതെ, അലീനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ വിളിച്ചോ? എന്നെ അവള് വിളിക്കാറുണ്ട്. കുറെ ആശ്വാസ വാക്കുകൾ പറയും, എന്നെ സമാധാനിപ്പിക്കും. എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ അവള് തോന്നിപ്പിക്കും. അവള് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും എല്ലാം ശരിയാകും, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നൊക്കെ. എവിടെ ശരിയാകാന്? എന്നത് ശരിയാകാന്? ശരി ഉണ്ടായിട്ട് വേണ്ടേ ശരിയാകാനായിട്ട്? അത് പിന്നെ അങ്കിളെ, അവക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തെറ്റിപ്പോയത് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കും തോന്നും ഒരു മിറാക്കിൾ സംഭവിക്കുന്ന. പക്ഷേ ഇവിടെ വന്ന് ആന്റിയോട് സംസാരിക്കുമ്പോഴത്തേക്കും സകല പ്രതീക്ഷയും തകിടം മറിയും. ഈ ജന്മത്തിൽ ശരിയാകാൻ പോകുന്നില്ലെന്ന് തോന്നും. അത് തന്നെയല്ലേ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞത്. ഓ, ഞാനിവിടെ ശ്വാസം മുട്ടി തന്നെയാ ജീവിക്കുന്നത്. ഒരു ഒരു എന്താ പറയാ, വല്ലാത്തൊരു സ്പിരിറ്റിലാ ഞാനിപ്പം. വല്ലാത്തൊരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇരുട്ട് പിടിച്ചൊരു നിഴലിൽ നിൽക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ഒരുപാട് പാടുപെടും. അത് ശരിയാ അങ്കിളെ. പോസിറ്റീവായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. നമ്മൾ എത്ര നേരം സംസാരിച്ചാലും ആന്റിയുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. എടാ മോനെ, സത്യം പറഞ്ഞാലേ എനിക്ക് ജീവിതം മടുത്തു. ഒരു ആഗ്രഹവും സാധിക്കാനില്ലാത്തവന് എന്തിനാ ജീവിതം എന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, മക്കളുടെ ജീവിതം എവിടെയെങ്കിലും എത്തിക്കണ്ടേ? അതല്ലേ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. മക്കളുടെ ജീവിതം, അത് അത് ഓർത്തു മാത്രമാണ് സത്യം പറഞ്ഞാല് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഈ അച്ഛൻ എന്ന് പറയുന്ന സംഗതി കല്ലിലോ മരത്തിലോ കൊത്തിവെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. വേദനകളും സങ്കടനകളും വെല്ലുവിളികളും എതിർപ്പുകളും എല്ലാം തിരിച്ചറിയുന്ന ഒരു വെറും മനുഷ്യനാ, വെറും പച്ച മനുഷ്യൻ. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. കല്ലൊന്നും അല്ല അയാളുടെ മനസ്സും ഹൃദയവും ഒന്നും ഈ അച്ഛന്റെ. ഈ ഈ എനിക്ക് തന്നെ എന്നെ തന്നെ വേണ്ടാന്ന് തോന്നിയാ പിന്നെ എനിക്ക് ഈ ലോകത്ത് ആരും ഒന്നും അല്ലല്ലോ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മുരടിച്ച ഒരവസ്ഥ, മനസ്സ് മുരടിച്ച അവസ്ഥ. അല്ല അങ്കിള്, ഇങ്ങനെയൊന്നും പറയില്ലേ അങ്കിളെ? സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുക. വിഷമം തോന്നാൻ വേണ്ടിയൊന്നും അല്ല പറഞ്ഞത്. ഒരാഗ്രഹം ബാക്കിയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു ബോംബ്. ആ ബോംബ് ഒരു ദിവസം പൊട്ടിക്കണം. അത് പൊട്ടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് ഈ ലോകത്ത് നിന്നാണെങ്കിലും. അല്ല അങ്കിൾ, ഈ ലോകത്ത് നിന്ന് എങ്ങോട്ട് പോകാനാ? അല്ല, എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? ആരെയും നോക്കണ്ടാത്തവൻ ഇനിയിപ്പൊ ഈ ലോകത്ത് നിന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കായിരിക്കണം പോവേണ്ടത്. മതി അങ്കിളെ, മതി. ഇനി ഒന്നും പറയണ്ട. മതി അങ്കിള്, നിർത്ത്. അങ്കിള് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനും സന്തോഷമായിട്ട് സംസാരിക്കാനും വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അലീന എന്നോട് പറഞ്ഞു, അച്ഛൻ ആരും ഇല്ലാന്ന് തോന്നരുത്, മനുവേട്ടൻ പോയി കാണണം, സംസാരിക്കണം. പുള്ളിക്കാരിക്ക് അത്രയും കരുതലൊക്കെ ഉണ്ട്. അവിടെ ഒരു പപ്പേനെ കിട്ടിയെന്ന് ഓർത്തോണ്ട് ഒരിക്കലും അങ്കിളിനോടുള്ള സ്നേഹം അതിലും മീതെയാണെന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല. മോനെ മനു, നമുക്ക് കൂടുതൽ സംസാരിക്കണോ ഇനി? അതെ, നമുക്ക് വരുവാണെങ്കിൽ ഒന്നിച്ചു പോകാം. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് പിന്നെ ഞാൻ കാറും കൊണ്ടാണ് വന്നേക്കുന്നത്. ഓ, നീ കാറും കൊണ്ടല്ലേ വന്നത്? ഏതായാലും നീ ബാ, നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ താഴേക്ക് പോവാണ് മനുവും ബാലചന്ദ്രനും കൂടെ ചേർന്ന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔതക്കുട്ടീനെയും സ്റ്റാൻലിനെയാണ്. അങ്ങനെ ഔതക്കുട്ടി പറയുക, അതെ ലാലിച്ച, ഞാൻ വീട് വരെ ഒന്ന് പോകാന്ന് തീരുമാനം എടുത്തേക്ക. പെട്ടെന്ന് എന്താ ഒരു തീരുമാനം? ഇന്നലെ വരെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ വന്നേ അന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ലേ. ഇപ്പം എത്ര ദിവസമായി? അല്ല, അവിടെ ചെന്നിട്ട് ധാരാളം ജോലി തീർക്കാനുണ്ടോ? അതൊന്നും അല്ലടാവേ, ധാരാളം ജോലിയുടെ കാര്യമൊന്നും അല്ല. റാനിമോൾ ഇപ്പൊ 2-3 പ്രാവശ്യം വിളിച്ചു. എന്നെ കാണാതിരുന്നാലേ അവക്ക് പ്രശ്നമാന്നേ. ഒരു ദിവസം അവള് വയലന്റ് ആയെന്ന് ആരാ വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? ആൻസിയാ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് പ്രശ്നമാ. റാണിമോളെ പോയി ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ. അല്ല, നീ അലീനയെ കൊണ്ടുപോകുന്നുണ്ടോ?
എന്ത് ചോദ്യമാ ലാലിച്ചൻ ചോദിക്കുന്നത്? നിന്നോട് പറയാതെ ഞാൻ കൊണ്ടുപോകുമോ ലാലിച്ച? ആ ആദ്യം ഞാൻ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് വിശദമായിട്ട് പറഞ്ഞ് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ, അല്ലാതെ ഒറ്റയെടുപ്പിന് ഞാൻ കൊണ്ടുപോകത്തില്ല. ഓ അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ വന്ന് എന്നോട് മെക്കിട്ട് കയറാനാണോ? അതെന്തു വർത്താനോ ലാലിച്ച? ഞാൻ എല്ലാം അവരോടൊന്ന് പറഞ്ഞു മയപ്പെടുത്താൻ വേണ്ടിയാ പോകുന്നത്. അവൻ എന്നും വിളിക്കും റോബിച്ചൻ എന്നെ, വരുന്നില്ലേ 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 എന്ന് ചോദിച്ചു ഇവിടുത്തെ വിശേഷം അറിയാനായിട്ട്. അല്ല, അറിയേണ്ടവരോടൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഞാൻ നേരിട്ട് പറയാം. അതല്ലേ നല്ലത് അപ്പച്ച. അവർക്ക് സത്യാവസ്ഥ അറിയത്തില്ലല്ലോ, ഫോണിൽ കൂടെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അതാ ഞാൻ അങ്ങോട്ടേക്ക് പോകാന്ന് വെച്ചത്. പോകാൻ നേരത്ത് അപ്പച്ചൻ അലീനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ദേ അതെല്ലാം ഞാന് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അല്ല, എന്തു പറഞ്ഞു കൊടുത്തു? അവളെ കൊണ്ട് എനിക്കെതിരെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാനാണോ അപ്പച്ചൻ പറഞ്ഞത്? എടാ മോനെ, ഞാൻ അങ്ങനെ വല്ലതും പറയുവോ? നോക്കിയും കണ്ടും നിന്നോളാനോ ഞാൻ അവളോട് പറഞ്ഞേക്കുന്നത്? അവൻ അതുപോലെ നിൽക്കും. ഏയ്, അങ്ങനെയല്ല പറയേണ്ടത് അപ്പച്ച. ഇവിടുത്തെ ഡിസിപ്ലിൻ തെറ്റിക്കരുത്, എന്റെ നേരെ ആർഗ്യുമെന്റിൽ ആയിട്ട് വരരുത്. ദേ ഇനി അവൾ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്നോണം എന്നൊക്കെ എന്നൊക്കെ പറയണം. പിന്നെ അനുസരണ ഇല്ലാത്ത ഒരു മകൾ എനിക്ക് തലവേദന ആകുന്നു കൂടി പറയണം. എടാ ലാലിച്ച, അവള് നിന്നെ പോലെ മിലിറ്ററിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നൊന്നും അല്ലല്ലോ. ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ, അത് നീ മറക്കരുത്. ഛേ, അനാഥാലയം അനാഥാലയം അനാഥാലയം, അത് അലീന തന്നെ 100 വട്ടം പറയുന്നുണ്ട്. ഇനി അപ്പച്ചൻ കൂടി അത് റിപ്പീറ്റ് ചെയ്യാതെ. എടാ, അവള് പറയുന്നതാണോ കുറ്റം? അവൾ അവിടെ നിന്നല്ലേ വന്നത്? അവൾ അവിടുന്ന് അല്ല, അവൾ അവിടെ നിന്ന് വന്നതല്ലാതാകുവോ? അവളെ പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നതാണോ അതോ അവള് പറയുന്നതിനും കൂടെ ചെവി കൊടുക്കുന്നതാണോ നല്ലത്? അത് പിന്നെ എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതെനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പച്ച. അവക്ക് ഇവിടെ എന്തിന്റെ കുറവാ? ഓ, നിന്നോട് തർക്കിക്കാൻ എനിക്കും ഇഷ്ടമല്ല, ഞാനും ഇല്ല. ഞാൻ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അല്ല, പോയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്തോ ചോദ്യമാടാ നീ ചോദിക്കുന്നത്? ഞാനപ്പം വരണ്ടേ? വരേണ്ട കാര്യമില്ലേ? ഒരു പോക്കൊന്ന് ഞാൻ പോയാൽ മതിയോ? അല്ല, പോയാ പിന്നെ 3-4 മാസത്തേക്ക് ഈ വഴിക്ക് വരാറില്ലല്ലോ, അതും കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ, സിംഹത്തിന്റെ അടുത്ത് ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് പോകുന്നത് പോലെയല്ലേ ഇപ്പൊ പോകുന്നത്? അലീനയാണോ ആട്ടിൻകുട്ടി? കൊള്ളാം കൊള്ളാം കൊള്ളാം. ദേ കഴിഞ്ഞ ദിവസം അവളൊരു പുലി പോലെയല്ലേ പൗലോസിന്റെ നേരെ ചെന്നത്. എടാ ലാലിച്ച, അവൾ അങ്ങനെ ആട്ടിൻകുട്ടിയൊന്നും അല്ല. അവള് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാ. കടത്തിണ്ണെ കിടക്കുന്ന പിച്ചക്കാരന്റെ കൊച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. അത് അവളുടെ മുഖത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലായി. ദേ പെട്രോൾ അടിക്കാൻ വേണമെങ്കിൽ ഈ അലമാരിന്ന് എടുത്തോ, അപ്പച്ചനിപ്പം വിട്ടുവെക്കോ. ആ പിന്നെ എനിക്ക് നിന്റെ ഔദാര്യം വേണമല്ലോ. നിന്റെ ഔദാര്യം വെച്ച എന്റെ കാറിന് പെട്രോൾ അടിക്കാന്. ദേ ഞാൻ ഇപ്പോഴും കൊട്ടാരം മറ്റത്തിൽ ഔദക്കുട്ടി തന്നെയാ. ശരീരം ഇത്തിരി മെലിഞ്ഞെന്നേ ഉള്ളൂ. ക്യാഷിന് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വന്നിട്ടില്ല. സമ്പത്ത് കാലത്തെ ഞാനേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വല്ലതും വേണമെങ്കിലേ എന്നോട് ചോദിക്ക്. ഓ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കൊള്ളാം. എടാ, നിന്റെ അല്ലേടാ അപ്പൻ, കുറയ്ക്കാൻ പറ്റുമോ അഹങ്കാരം? ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔദക്കുട്ടി നല്ല ഡയലോഗൊക്കെ ഇറക്കിയിട്ട് അങ്ങ് പോയിട്ടോ. ഏതായാലും അലീന ഇനി നമ്മുടെ സ്റ്റാൻലിക്ക് തലവേദനയാകുമെന്നാണ് ഇപ്പൊ സ്റ്റാൻലിയുടെ പേടി, ഔദക്കുട്ടിയും കൂടെ പോയി കഴിഞ്ഞാല്. അങ്ങനെ നമ്മുടെ അലീനെ യാത്ര അയക്കാനായിട്ട് ഔദക്കുട്ടിയുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കാറിലേക്ക് കൊണ്ടുവന്ന് കയറ്റുകയാണ് കേട്ടോ. അലീനക്ക് ഭയങ്കര വിഷമമുണ്ട് ഔദക്കുട്ടി പോകുന്നതിൽ, പക്ഷെ ഔദക്കുട്ടിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പം നമ്മുടെ ഔദക്കുട്ടി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, വന്ന അന്ന് തന്നെ തിരിച്ചു പോകാനിരുന്നല്ലേ, ഇപ്പൊ എന്തായി? അത് പിന്നെ എനിക്ക് ഇന്നും പോണമെന്നില്ല. എന്നാ പിന്നെ എന്തിനാ പോകുന്നത്? ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കുന്നുണ്ട് 2 മക്കളും അവരുടെ ഭാര്യമാരും. എന്നാത്തിനാണെന്നറിയാമോ? നിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ. ലാലിച്ചനോട് ചോദിക്കാനേ അവർക്ക് പേടിയാ. അല്ല, വല്യപ്പച്ചൻ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതോ, ലാലിച്ചൻ കൂട്ടിക്കൊണ്ട് വന്ന പെണ്ണുണ്ടല്ലോ, അവള് മരം കയറിയ യക്ഷിയാ, മരം കയറിയ യക്ഷി. യക്ഷിയോ? അവള് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാ, വടയക്ഷി. അവളെ കാണുമ്പോ തന്നെ ലാലിച്ചന്റെ മുട്ടുകാൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കുക. ഇത്രയും പറഞ്ഞാ പോരെ? ധാരാളം. എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ. പിന്നല്ലാതെ ഞാൻ ഞെട്ടിക്കും. ആരും ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ? അല്ല, വല്യപ്പച്ചന് ഇനിയും വരാതിരിക്കുമോ വല്യപ്പച്ച? അതാ ഇപ്പൊ എന്റെ സംശയം. എനിക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഈ പുനലൂർ എന്ന് പറയുന്ന സ്ഥലവേ ഒരുപാട് ദൂരമൊന്നും അല്ല. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ. എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുകളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന്.
അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പച്ചൻ പോകുന്നതോടുകൂടി ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ല വല്യപ്പച്ച. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാനും കേണലും തമ്മിൽ ആണെന്ന് അറിയാലോ. പിന്നെ ഈ കേണലിന്റെ ജോലിക്കാർക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാ. തൽക്കാലം നീ അവരോട് മസിൽ പിടിക്കാനൊന്നും പോവണ്ട. അടുക്കളയില് കേറുകയും വേണ്ട. ലാലിച്ചനോട് തർക്കിക്കാനും നിൽക്കണ്ട. അല്ല, ഞാൻ സമരം തുടങ്ങൂട്ടോ. നീ ഒറ്റയ്ക്ക് ഇവിടെ എന്തോന്ന് സമരം തുടങ്ങാനാ? ദേ, ഈ മുറ്റത്ത് കൊടിയും പിടിച്ചോണ്ട് നിന്നാല് ലാലിച്ചന് എതിരെ മുദ്രാവാക്യം നീ വിളിക്കുവോ? അതാണോ നിന്റെ സമരം? അതൊന്നും അല്ല, ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. ദേ, അടുത്ത തവണ നമുക്ക് ഒന്നിച്ചു വേണം തറവാട്ടിലേക്ക് പോകാനായിട്ട്. നിനക്ക് നിന്റെ അപ്പന്റെ തറവാട് കാണണ്ടേ? കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാലം ഉറപ്പിച്ചോട്ടെ, എന്നിട്ട് പോരെ അപ്പന്റെ തറവാട് കാണലൊക്കെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടി പോവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.